പണ്ട് മുതലേ ബേക്കറികളിലെ കണ്ണാടിക്കൂട്ടിൽ നമ്മളെയൊക്കെ കൊതിപ്പിച്ചിരുന്ന ഒരു ഐറ്റം ഉണ്ട്. വളരെയധികം നൊസ്റ്റാൾജിക് ആയിട്ടുള്ള സ്വിസ് റോളെന്നും ജാം റോളെന്നും ഒക്കെ പേരുള്ള സംഭവം. എന്നാൽ അത് വീട്ടിൽ ഒരു ദോശക്കല്ല് ഉണ്ടെന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ എന്ന് അന്നൊന്നും അറിഞ്ഞിരുന്നില്ല. കണ്ടില്ലേ, ഇതാണ് നമ്മൾ ദോശക്കല്ലിൽ ഉണ്ടാക്കിയ സ്വിസ് റോള്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്വിസ് റോളാണ്, എളുപ്പത്തിൽ തയ്യാറാക്കാം. പിന്നെ ചിക്കൂസ് ഡൈൻ ഗിവ് അവേയിൽ പങ്കെടുക്കാനുള്ള വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ സ്വിസ് റോൾ ഉണ്ടാക്കാനായിട്ട് ഞാൻ ദോശക്കല്ല് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 10 ഇഞ്ച് ആണ്. ദോശക്കല്ല് എടുക്കുമ്പോൾ ഇതിന് പാകത്തിനുള്ളൊരു അടപ്പും കൂടെ എടുത്ത് വെക്കണം. ഇനി നമുക്ക് പഴയ ഒരു ദോശക്കല്ല് അടുപ്പത്ത് വെച്ചൊന്ന് ചൂടാക്കിയെടുക്കാം. അത് നോൺ സ്റ്റിക്കിൻ്റെ ആവണമെന്നൊന്നുമില്ല, ഹൈ ഫ്ലെയിമിലിരുന്ന് ചൂടാവട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ബാക്കിയെല്ലാം റെഡിയാക്കിയെടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് ഒരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് അങ്ങ് അടിച്ച് പതപ്പിച്ചെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് പതപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള തൈരായിരിക്കണം കേട്ടോ, മുട്ടയും റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കണം. അതിലേക്ക് നമുക്കൊരു 2.5 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. മെൽറ്റഡ് ബട്ടർ ആണെങ്കിൽ അത് ചേർത്താൽ മതി. ഒലീവ് ഓയിൽ വേണമെങ്കിൽ ചേർക്കാം, വെളിച്ചെണ്ണ ചേർക്കല്ലേ. അപ്പോൾ കേക്കിന് ഒരു വല്ലാത്തൊരു ടേസ്റ്റ് വരും. ഇതെല്ലാം കൂടെ ലോ സ്പീഡിലിട്ടിട്ട് ഒരു മിനിറ്റ് ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ അത് അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒരു അരിപ്പ വെച്ചിട്ട് അതിലേക്കൊരു 1/2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരു നുള്ള് ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇനി നമുക്കൊരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്തിട്ട് ഇളക്കി ഇട്ടിട്ട് അങ്ങ് അരിച്ചതിനകത്തോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. അരിച്ചിട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. വിസ്ക് ഉണ്ടെങ്കിൽ വിസ്ക് വെച്ച് മിക്സ് ചെയ്യാം, ഇല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചൊന്ന് ഇളക്കിയാലും മതി. അപ്പോൾ നമ്മുടെ ബാറ്റർ സാധാരണ നമ്മൾ കേക്ക് ബാറ്റർ പോലെയല്ല, കുറച്ചൊന്ന് ലൂസായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ നോൺ സ്റ്റിക്കിൻ്റെ ദോശക്കല്ലാണ്. ഇതിൽ നമ്മൾ എണ്ണയാക്കുന്നൊന്നുമില്ല കേട്ടോ. അതിലേക്ക് നമ്മുടെ ബാറ്റർ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ ഒഴിക്കുമ്പോൾ തന്നെ അതങ്ങ് എല്ലായിടത്തോട്ടും അങ്ങ് സ്പ്രെഡ് ആയിക്കോളും. കാരണം അത് കുറച്ച് ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയിലാണുള്ളത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തെടുക്കണം, നന്നായിട്ട് തട്ടി കൊടുക്കണം. അപ്പോൾ അതിൽ എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോകാൻ വേണ്ടിയാണ്. അപ്പോഴത്തേക്ക് ഇതാ നമ്മുടെ ദോശക്കല്ല് നല്ല ചൂടായിട്ടുണ്ട്. പഴയ ദോശക്കല്ലാട്ടോ, സൗന്ദര്യമൊന്നുമില്ല, കുഴപ്പമില്ല. നമുക്കിതിൻ്റെ മുകളിലേക്ക് അങ്ങ് നമ്മുടെ ദോശക്കല്ല് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. എൻ്റെ അടുത്ത് വേറൊരു അടപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് അത് അടയ്ക്കുകയാണ്. പ്ലേറ്റ് ഉണ്ടെങ്കിൽ പ്ലേറ്റ് വെച്ച് അടയ്ക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും അലൂമിനിയത്തിൻ്റെ വലിയ അടപ്പുണ്ടെങ്കിൽ എന്തായാലും കുഴപ്പമില്ല. ഒന്ന് ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് നിൽക്കണം, അത്രയേ ഉള്ളൂ. 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കും. അപ്പോഴത്തേക്കും നമ്മുടെ വെച്ചിരിക്കുന്ന ദോശക്കല്ല് ചൂടായിട്ടൊന്ന് വരണം, അത്ര മാത്രമുള്ള ടൈം മതി. അതിനുശേഷം നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം. മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കൊരു 10 മുതൽ 15 മിനിറ്റ് വരെ മതി. 10 മിനിറ്റ് ആകുമ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ അതാ 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നല്ല കേക്കിൻ്റെ മണമാണ് കേട്ടോ വരുന്നത്. ആ സമയത്ത് അങ്ങ് വേഗം തുറന്ന് നോക്കിയാൽ മതി. അപ്പോൾ അത് ആയിട്ടുണ്ട്. നമുക്കൊരു ഇർക്കിലിയോ അല്ലെങ്കിൽ ഒരു സ്ക്യൂറോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കുത്തി നോക്കുമ്പോൾ അതിലൊന്നും പറ്റി പിടിച്ചിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ഇങ്ങ് എടുക്കാം. ഒരുപാട് സമയം ദോശക്കല്ലിൽ വെക്കരുത്, ഒരുപാട് സമയം വെച്ച് ബേക്കും ചെയ്യരുത്. കാരണം നമ്മൾ കേക്ക് പോലെയല്ല, നമുക്കിത് റോൾ ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. നമുക്കിങ്ങ് എടുക്കാം. ഇനി അതായത് പെട്ടെന്ന് തന്നെ ബട്ടർ പേപ്പറിലേക്കാട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. കമത്തി അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. സൈഡിലേക്കൊക്കെ ജസ്റ്റ് പറ്റി പിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചട്ടുവും വെച്ച് ഒന്ന് സൈഡൊക്കെ ഒന്ന് വേണമെങ്കിൽ വിടിയിച്ചു കൊടുക്കുക. അത് പക്ഷേ ഒരു കുഴപ്പമില്ല, അതുകൊണ്ടൊന്നും ഞാൻ ചെയ്യുന്നില്ല. ഇനി നമുക്കിത് ചൂടോടുകൂടി തന്നെ സ്ക്വയർ ഷേപ്പിലേക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ 4 സൈഡും ഇതുപോലെ അങ്ങ് കട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അങ്ങ് സൈഡിലുള്ള പീസസ് എടുത്ത് അങ്ങ് മാറ്റാം. ഇത് പീസസ് ഇപ്പം തന്നെ തീരും കേട്ടോ. ഇങ്ങനെ വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, ടീ കേക്കൊക്കെ പോലെ. നമ്മളിത് ചൂടോടുകൂടി തന്നെ അങ്ങ് റോൾ ചെയ്ത് വെക്കണം. റോൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് കുറച്ചുകൂടെ കഴിയുമ്പോൾ അത് കട്ടിയായിപ്പോൾ നമുക്ക് റോൾ ചെയ്ത് എടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ബട്ടർ പേപ്പർ അടക്കം അങ്ങ് നമുക്ക് റോൾ ചെയ്തെടുക്കാം. ഇനി അത് 2 സൈഡും ഒന്ന് പിരിച്ചിട്ടുണ്ട്. അതിന് ഒരു ഫ്ലെക്സിബിലിറ്റി കിട്ടണം, അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ചൂടോടുകൂടി ചെയ്യുന്നത്. അത് അവിടെ ഇരിക്കട്ടെ, അതൊന്ന് തണുത്ത് വരട്ടെ. ആ സമയത്ത് നമുക്ക് ഇതിനകത്തുള്ള ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇതിലേക്ക് നമുക്ക് വേണ്ടത് ജാമാണ്, മിക്സഡ് ഫ്രൂട്ട് ജാമില്ലേ, അതാണ്. അപ്പം ഏറ്റവും ചെറുതല്ല, കുറച്ച് ഒരു മീഡിയം സൈസ് വലുപ്പമുള്ള ഇത് വാങ്ങിച്ചാൽ മതി. ചെറുതാണെങ്കിൽ 2 വാങ്ങിച്ചാൽ മതി. അതിനൊരു 2-3 വലിയ സ്പൂണ് എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇങ്ങനെ തന്നെ നമുക്ക് അതിൻ്റെ മേലെ സ്പ്രെഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. നന്നായിട്ടൊന്ന് ഇളക്കുമ്പോഴത്തേക്കും അതങ്ങ് കുറച്ച് ലൂസായിട്ട് വരും. കണ്ടില്ലേ, ഇത് നല്ല ഒരു ലൂസായിട്ടുള്ളൊരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇത് മതി. ഇനി നമ്മൾ സാധാരണ സ്വിസ് റോളിൽ ചെയ്യുന്ന പോലെയല്ല, ഇതിൻ്റെ നമ്മളൊരു ക്രീം ഫില്ലിങ്ങും കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. വിപ്പിംഗ് ക്രീം ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം അങ്ങ് സ്കിപ്പ് ചെയ്തേക്കും. ഇതില്ലാതെ ജാം മാത്രമായിട്ട് ചെയ്തെടുത്താൽ മതി. ഒരു 3 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീം ഒക്കെ എടുത്തിട്ടുണ്ട്, അത് മതിയാവും കേട്ടോ. നമുക്ക് വിസ്ക് വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ചെറിയൊരു ക്വാണ്ടിറ്റി ആകുമ്പോൾ പെട്ടെന്ന് വിസ്ക് വെച്ച് തിക്കായിട്ട് കിട്ടും.
ഇപ്പോൾ നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഒരുപാടൊന്നും വേണ്ട, വളരെ കുറച്ച് മതി. 3 ടേബിൾ സ്പൂൺ ഒന്നും വേണ്ട, ആക്ച്വലി 2 ടേബിൾ സ്പൂൺ മതിയാകും. ഇനിയിപ്പോൾ നമ്മുടെ ഈ ഒരു കേക്ക് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. നമുക്കത് തുറന്നെടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, നല്ല ഫ്ലെക്സിബിളാണ്. ചൂടോടുകൂടി ബട്ടർ പേപ്പറിൽ വെച്ചുകൊണ്ട് കുറച്ചും അതിൻ്റെ മുകളിൽ പറ്റി പിടിച്ചിട്ടുണ്ട്. പക്ഷേ കുഴപ്പമൊന്നുമില്ല, നമുക്കിങ്ങനെ വലിച്ചിങ്ങെടുത്താൽ മതി. കുറച്ച് അവിടെ അതിൻ്റെ മുകളിൽ പറ്റി പിടിക്കുന്നേ ഉള്ളൂ, കുഴപ്പമില്ല. അപ്പോൾ അത് എടുത്തിട്ടുണ്ട്. ഞാൻ അടിഭാഗം മുകളിലാക്കിയിട്ട് വേറൊരു ബട്ടർ പേപ്പറിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. ആ ബട്ടർ പേപ്പറിൽ തന്നെ ചെയ്താൽ മതി. പിന്നെ ഇത് വീഡിയോ എടുക്കുന്നതുകൊണ്ട് കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം ഞാൻ വേറെ ബട്ടർ പേപ്പർ എടുത്തേ ഉള്ളൂ. നമ്മളിത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ജാം അതിൻ്റെ മുകളിലേക്ക് അങ്ങ് തേച്ച് കൊടുക്കണം. എല്ലായിടത്തും അങ്ങ് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്. നമുക്കതിൻ്റെ മുകളിലായിട്ട് അടിച്ചു വെച്ചിരിക്കുന്ന വിപ്പിംഗ് ക്രീമാണ് കേട്ടോ തേച്ച് കൊടുക്കുന്നത്. പലരും ചോദിക്കാറുണ്ട് വിപ്പിംഗ് ക്രീം എവിടെ കിട്ടുമെന്നൊക്കെ. ബേക്കിംഗ് ഐറ്റംസ് ഒക്കെ കിട്ടുന്ന ഷോപ്പുകളിലൊക്കെ ഈ വിപ്പിംഗ് ക്രീം അവൈലബിൾ ആണ്. വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെടുത്ത് ഫ്രീസറിൽ സൂക്ഷിച്ച് വെച്ചാൽ മതി. പിന്നെ അതിനെപ്പറ്റിയൊക്കെ അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ ചിക്കൂസ് ഡൈൻ വിപ്പിംഗ് ക്രീം എന്നൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി യൂട്യൂബിൽ. അപ്പോൾ അതിൽ വിപ്പിംഗ് ക്രീമിനെ കുറിച്ചുള്ള ക്ലാസ് തന്നെ ആയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ഈ വിപ്പിംഗ് ക്രീം തേക്കുമ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ. സ്വിസ് റോൾ ഒരു പ്രത്യേക ഫ്ലേവർ ആയിരിക്കും. ഇനി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമ്മൾ ജാം മാത്രം തേച്ചിട്ട് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ ക്രീം തേക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, ഒരുപാട് തേക്കരുത്. പിന്നെ എഡ്ജിലേക്ക് ഇതിപ്പോൾ നമ്മൾ മടക്കി വരുന്ന ആ പോർഷനിൽ കുറച്ച് തേച്ചാൽ മതി. കാരണം ഇവിടെ നിങ്ങൾ ഉരുട്ടി വരുന്ന സമയത്ത് അവിടേക്ക് ആ ഒരു ക്രീം അങ്ങ് വന്നോളും. അങ്ങ് റോൾ ചെയ്തടിച്ചിട്ടുണ്ട്, ഇത് മതി. ഇനി നമുക്കിത് ഈ പേപ്പറിൽ തന്നെ അങ്ങ് റോൾ ചെയ്തങ്ങ് എടുക്കാം. എന്നിട്ട് അതേപോലെ തന്നെ 2 സൈഡും ഒന്ന് പിരിച്ച് വെച്ച് കൊടുക്കാം. ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം, ഒന്ന് സെറ്റായിട്ട് വരാനായിട്ട്. 1 മണിക്കൂറൊക്കെ വെച്ചിരുന്നാൽ മതിയാകും. പെട്ടെന്ന് വേണമെങ്കിൽ ഒരു 10 മിനിറ്റ് ഫ്രീസറിൽ വെച്ചെടുക്കുകയും ചെയ്യാം. ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. തണുത്ത് നല്ല സെറ്റായിട്ടിരിക്കുകയാണ്. നമുക്ക് തുറന്നെടുക്കാം. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്കും ജാം കുറച്ച് തേച്ച് കൊടുക്കുന്നുണ്ട്. എല്ലായിടത്തും അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ എടുക്കുന്നത് ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ്. നമുക്കിത് വാങ്ങിക്കാനായിട്ട് കിട്ടും ഷോപ്പിൽ. അതിങ്ങനെ പ്ലേറ്റിലേക്ക് ഇട്ട് അതിലേക്ക് നമുക്ക് റോൾ ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റിയ കേക്കിൻ്റെ പീസില്ലേ, അത് ജസ്റ്റ് ഒന്ന് മിക്സിയിൽ ജാറിലിട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് കറക്കി കഴിഞ്ഞാൽ അതുപോലെ പൊടിയായിട്ട് കിട്ടും. ആ പൊടി ഇതിൻ്റെ മുകളിലിട്ടിരുന്നാലും മതി. കാണാനൊക്കെ ഒരു ഇതേപോലെ തന്നെ ഉണ്ടാവും. പക്ഷേ കുറച്ചും കൂടെ ആ ഒരു കോക്കനട്ടിൻ്റെ ഒരു ഫ്ലേവർ വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ. നമുക്ക് ഷോപ്പിലൊക്കെ കിട്ടുന്ന ആ ഒരു ഫ്ലേവർ കിട്ടും. അപ്പോൾ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യാം, ഇല്ലെങ്കിൽ കേക്കിൻ്റെ പൊടി ഇട്ടാലും മതി. അടിപൊളി, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ജാമിൻ്റെ മുകളിൽ ഒരു വൈറ്റ് വന്നപ്പോഴത്തേക്ക് ഒരു പിങ്ക് കളറിൽ വന്നിട്ടുണ്ട്. നമുക്കിനി കട്ട് ചെയ്യാം. അറ്റത്തിൻ്റെ പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. കട്ട് ചെയ്ത് മാറ്റുക എന്ന് പറഞ്ഞാൽ ഇവിടെ വായിലേക്ക് തന്നെ പോവുക. ഇത് നമുക്ക് കട്ട് ചെയ്യാം. അടിപൊളി, നല്ല ഭംഗിയായി ഒരു സ്വിസ് റോള് കാണാനായിട്ട്. ഇനി നമുക്ക് ഒരു കാര്യം കൂടെ ചെയ്യണം. ഇതിൻ്റെ മുകളിലേക്ക് ചെറിയ തരിതരിയായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ. അതൊരു പ്രത്യേക ടേസ്റ്റാണ്. ഈ സ്വിസ് റോള് കഴിക്കുന്ന സമയത്ത് കടിക്കുമ്പോൾ പഞ്ചസാര ചെറിയ തരി ഇങ്ങനെ നമുക്ക് വായിൽ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. കുറച്ച് മതി, ഒരുപാടൊന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്തിരുന്നാൽ മതി. പണ്ടൊക്കെ നമ്മൾ കുട്ടിക്കാലത്ത് ബേക്കറികളിൽ ഇങ്ങനെ ചില്ലുകൂട്ടിൽ ഇങ്ങനെ നോക്കി നിൽക്കില്ലേ ഈ ഒരു സംഭവം. അന്നൊക്കെ ഇത് ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ഐറ്റം ആയതുകൊണ്ട് നമ്മളത് വാങ്ങണമെന്നുള്ളൊരു ചിന്ത പോലും ഉണ്ടായിട്ടില്ല. പക്ഷെ അതൊക്കെ നോക്കി നുണഞ്ഞ് നിൽക്കാറുണ്ട്. പക്ഷെ ഇപ്പം ഇതാ എന്ത് എളുപ്പത്തിലാണ് നമ്മൾ ദോശക്കല്ലിൽ ഉണ്ടാക്കിയത്. കാണാനാണെങ്കിലും നല്ല ഭംഗിയുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കട്ട് ചെയ്യട്ടെ. നല്ല സോഫ്റ്റാണ് കേട്ടോ. അത് നമ്മൾ ദോശക്കല്ലിൽ ഉണ്ടാക്കിയ കേക്കാണെന്നൊന്നും പറയില്ല. കഴിക്കട്ടെ. എന്താ പറയാ, ഭയങ്കര നൊസ്റ്റാൾജിക് ആയിട്ടുള്ളൊരു സംഭവം. നല്ല ടേസ്റ്റ് ഉണ്ട്. ശരിക്കും നല്ലൊരു ജാമിൻ്റെ ഫ്ലേവർ, അതിൽ ക്രീമും കൂടെ വന്നപ്പം നല്ല ടേസ്റ്റാണ്. പിന്നെ അത് മാത്രമല്ല, ആ ഒരു പഞ്ചസാര തരി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കടിക്കാൻ കിട്ടുന്നുണ്ടല്ലോ, അതൊരു പ്രത്യേക ടേസ്റ്റാണ്. അത് അധികം ഒന്നും വേണ്ട, ചെറുതായിട്ട് മാത്രം മതി. പിന്നെ ആ ഡെസിക്കേറ്റഡ് കോക്കനട്ടിൻ്റെ ഫ്ലേവർ എല്ലാം കൂടി അടിപൊളി ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇപ്പോൾ ഇത് ബേക്കറികളിലൊക്കെ ഉണ്ടോയെന്ന് അറിയില്ല. പണ്ടൊക്കെ സ്ഥിരമായിട്ട് കാണാറുണ്ടായിരുന്നു. ബേക്കറികളിൽ പോകുന്നത് വളരെ ചുരുക്കമാണ്. അത് ശരിക്കും അടിപൊളിയാണ് കേട്ടോ. മസ്റ്റായിട്ട് ഉണ്ടാക്കി നോക്കണം. എത്ര പെട്ടെന്ന് കഴിഞ്ഞു. ക്രീം ഇല്ലാന്നുണ്ടെങ്കിൽ ആ ക്രീം ഇല്ലാണ്ട് തന്നെ നമുക്ക് ജാമ് മാത്രം വെച്ചിട്ടുണ്ടാക്കാം. അത് ജാമ് മാത്രം വെച്ചിട്ട് ജാം റോൾ ഉണ്ടല്ലോ. അപ്പോൾ ഉണ്ടാക്കി നോക്കണം. ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. കുട്ടികളൊക്കെ വൈകുന്നേരം വരുമ്പോഴത്തേക്കും സർപ്രൈസ് ആക്കിയിട്ട് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.